സഖാവ് വി എസ് അനിൽകുമാറിന്റെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു റീത്ത് വെച്ചിരിക്കുന്നതാണ്. റീത്ത് നമുക്കറിയാം, കൃത്യമായി മരണപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ശവശരീരത്തിന് മുകളിൽ വെക്കുന്ന റീത്ത് ഈ ഇദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു കൊലപാതക ഭീഷണി ആയിരിക്കണം CPM ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇനി ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്ത പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ്. ആ ചടങ്ങിൽ അദ്ദേഹം പുസ്തകം ഏറ്റുവാങ്ങി എന്നുള്ള കാരണം കൊണ്ടാണ് ഈ റീത്തുമായി ഇത്രയും വലിയൊരു മണ്ടത്തരം CPM ചെയ്തിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിന് ചൂട് ഇത്രയും കത്തി നിൽക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു മണ്ടത്തരവുമായി CPM മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. VS അനിൽകുമാറിനെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്താണ് എന്നുള്ളത്. ഒരു ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, രാവിലെ കാണി പൂക്കളായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, രാത്രി കൊണ്ടുവന്ന് വെച്ചെങ്കിൽ അത് ഭീരുക്കളായിരിക്കും എന്നുള്ളത്. CPMന്റെ ഈ ഒരു നീക്കങ്ങളിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഓരോ ദിവസം ചെല്ലുന്തോറും ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഇവരെ വിമർശിക്കുന്നവരെ എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല, അവരെ എങ്ങനെ നേരിടണമെന്നറിയില്ല. ഓരോന്നും ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് ഒരു തിരിച്ചടി തന്നെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹർഷ, MN വിജയൻ മാഷിന്റെ മകനാണ് ഈ അനിൽകുമാർ. അതെ, MN വിജയൻ മാഷ് എത്ര നിശ്ചിതമായിട്ടെന്നറിയോ ഈ പാർട്ടിയെ വിമർശിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞില്ലേ, പൂക്കൾ കണ്ടു സന്തോഷം. എത്രത്തോളം ഭീരുക്കളാണ് ഇത് ചെയ്തതെന്നുള്ളത്. CPM എന്ന് പറയുന്ന പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്ന ആളും, അതായത് ഇപ്പോൾ ഈ പാർട്ടിയുടെ സെക്രട്ടറിയും ഈ പാർട്ടിയുടെ ഭരണത്തിലെ ഏറ്റവും മുതിർന്ന ആളും ഭീരുവാണ് എന്നാണ് അനിൽകുമാർ പറയാതെ പറഞ്ഞത് എന്ന് കേരള സമൂഹത്തിന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ പ്രത്യശാസ്ത്രത്തിനെതിരെ, ഇവരുടെ ഈ പോക്കിനെതിരെ ഏറ്റവും കൂടുതൽ ഇടിച്ചു നിന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ് MN വിജയൻ. MN വിജയൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. അപ്പോൾ MN വിജയൻ മാഷിനെ എങ്ങനെയാണ് ഈ പാർട്ടി ട്രീറ്റ് ചെയ്തെന്നുള്ളത് അത്ര കണ്ട് ആരും മറന്നു പോകാൻ സാധ്യതയില്ല. ഈ പാർട്ടിയുടെ പോക്കിനെതിരെ ഏറ്റവും കൂടുതൽ നിശ്ചിതമായി വിമർശിച്ച് ഒരു വേള ഒരു പ്രസംഗവേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കവേ കുഴഞ്ഞു വീണ് മരിച്ച ആളാണ് ഈ MN വിജയൻ മാഷ്. ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം മരിക്കുന്നത്. ഹൃദയം പൊട്ടിയത് എന്തുകൊണ്ടെന്നറിയോ? ഈ പാർട്ടിയുടെ മൂല്യച്യുതി കണ്ടിട്ട് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ റീത്ത് വെച്ചത് ഭീരുക്കളാണ് എന്ന് ബഹുമാനപ്പെട്ട അനിൽകുമാർ പറയുന്നത് വളരെ കറക്റ്റാണ്. തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ഒരു സാധാരണ രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പൈതൃകമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്ന MN വിജയൻ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ അല്ലെങ്കിൽ വിമർശന സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടാണ്ടല്ലോ ഹർഷ നമ്മൾ ഇരുന്ന് പോകും. ഹർഷ കേട്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും അവിചാരിതമായിട്ടെങ്കിലും ഹർഷ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വാക്ചാതുര്യമുള്ളൊരു മനുഷ്യനാണ്. ഈ പാർട്ടി അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഈ നമ്മുടെ ഷാജിയേട്ടൻ്റെ ഭാഷയിൽ നരാധമൻ എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളുണ്ട് ഇവിടെ. ഈ നരാധമനൊക്കെ ചുളിഞ്ഞു പോകും. പക്ഷേ ഇതിനകത്തുണ്ടല്ലോ, അതായത് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതുണ്ട്, തോൽപ്പിക്കാൻ ആകില്ല പക്ഷെ നിങ്ങൾക്ക് കൊല്ലാനാകും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അപ്പൊ MN വിജയൻ മാഷിന്റെ മകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരാണ് എന്ന് കേരള സമൂഹത്തിന് അറിയാം. ഇവിടെ അവർ തന്നെ അവരുടെ ശവക്കുഴിയിൽ അല്ലെങ്കിൽ അവർ ആരാണോ വെച്ചത് ആ വെച്ചവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ ശവക്കുഴിയിൽ അവർ വെച്ച റീത്താണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് അത് തന്നെയാണ്. അവസാന കാലഘട്ടമായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിരളിപ്പൂണ്ട് നടക്കുന്ന തീർച്ചയായിട്ടും ഇത് അവസാനമാണ് എന്നുള്ളത് അവർ തന്നെ അറിഞ്ഞിരിക്കാൻ, അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതം തന്നെയാണ്. നമുക്കറിയാം, പാർട്ടിക്കെതിരെ ഇത്രയും വലിയ വിമർശനം ഉന്നയിച്ച, പാർട്ടി നേതൃത്വത്തെ ചോദ്യം ചെയ്ത ആരെയും ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്ന ശീലം CPMന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി നേരിട്ടൊരു ആക്രമണത്തിന് ഇവർക്കിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭയമായതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും ഇവർ വെച്ച് പുലർത്തുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു TPയെ പോലെ മറ്റൊരു 51 വെട്ടി മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായി വി കുഞ്ഞികൃഷ്ണന് മാറുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ തൊട്ടാൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം CPMനുണ്ട്. തെരഞ്ഞെടുപ്പ് വരെയൊന്നും എത്തിക്കേണ്ടി വരില്ല. അതിനു മുൻപ് തന്നെ അധികാരത്തിൽ നിന്നും ഇവരെ ചവിട്ടിയിറക്കാൻ അല്ലെങ്കിൽ അടിച്ചിറക്കാൻ ജനങ്ങൾ മുതിരുമെന്നുള്ളത് ആ ഒരു ഭയമാണ് അവരെ കൊണ്ട് ഇത്രയും നാളെങ്കിലും ക്ഷമിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ മാഷിന്റെയൊക്കെ ലൈഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ CPMന്. ഇനിയിപ്പോൾ അധികാരം ഒരിക്കലും കയ്യിലേക്ക് വരില്ലാത്ത നിലയിലേക്ക് അവരുടെ ആ ഒരു നേതാക്കന്മാരുടെയൊക്കെ മാനസികാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാൾ അധികാരത്തിന്റെ ആ ഒരു ചൂടിലായ സുഖത്തിൽ ഇരുന്നു കൊണ്ട് മതിമറന്നിരുന്ന ആളുകൾ ഇപ്പോൾ അത് കയ്യിൽ നിന്ന് പോകുമെന്ന് കണ്ടപ്പോഴുള്ള ഭയമാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം തന്നെയും.
ഹർഷ, ഇതിനകത്ത് മറ്റൊന്നുമില്ല. അവർ തന്നെ അവരുടെ ശവക്കുഴിയിൽ റീത്ത് വെച്ചു. പിന്നെ വേറൊരു കാര്യം എന്നറിയാവോ, ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് എം.എൻ. വിജയൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് അതീതമായി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നാട് പയ്യന്നൂരാണ്. ഹർഷ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞികൃഷ്ണൻ മാഷിനെ ഇവർ ഒരു ചുക്കും ചെയ്യില്ല. കുഞ്ഞികൃഷ്ണൻ മാഷിനെ ഒരു ചുക്കും ചെയ്യില്ല. ഈ പാർട്ടി എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ പാർട്ടി ആയിരിക്കുമ്പോൾ വിമർശനം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പില്ലേ ഹർഷ, ഇത് ഒരെണ്ണം പുറത്തു വന്നത് മാത്രമേ ഉള്ളൂ. ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന നിരവധി സുഹൃത്തുക്കൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയോ ഒരു ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു കമ്മിറ്റിയോ വിളിക്കുമ്പോൾ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർ വിചാരിക്കും പാർട്ടിയുടെ ഉന്നമനം, പാർട്ടിയിൽ എന്തെങ്കിലും മാറ്റമോ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും കാതലായ വിഷയം സംസാരിക്കാൻ വിളിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാണ് ഈ സഹാക്കൾ കമ്മിറ്റി ചെല്ലുന്നത്. അപ്പോഴാണ് പറയുന്നത് മറ്റേ ഏരിയ കമ്മിറ്റി ഓഫീസ് ചോർന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ചോർന്ന് വിളിക്കുകയാണ്. എന്ന് വെച്ചാൽ ആകെ ഫണ്ടാണ് ഇവർക്ക് ആവശ്യം. ഈ കഴിഞ്ഞ കുറേ നാളുകൾ എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഫണ്ട് പിരിക്കുക, അത് എവിടെ പോയെന്ന് ആരും ചോദിക്കാനില്ല. നമ്മൾ ഈ പറയുന്ന പാർട്ടി കൂറ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ മുതലാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ പാർട്ടി കൂറിനെ ഇവർ മുതലാക്കും. ആ മുതലാക്കി എത്രയോ നാൾ കൊണ്ട് ഇങ്ങനെ പുട്ടടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞികൃഷ്ണൻ ചില്ലറക്കാരനല്ല. അദ്ദേഹം ഈ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. അതിന് കൃത്യമായ കണക്കും രേഖകളുണ്ട്. അപ്പം മുഴുവൻ പീണിക്ക് ചോറ്റി പൊതുക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് ഈ കെ രാഗേഷിന് എന്ത് യോഗ്യതയുണ്ടാണ് ഹർഷയ്ക്ക് അറിയാമോന്നറിയില്ല. പക്ഷെ ഞാൻ നീണ്ട കാലമായി ഈ പ്രസ്ഥാനത്തിനെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കെ രാഗേഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീറ്റിലെ കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ആ സീറ്റ്, ആ പദവിക്കൊരു വലിയ ഇതുണ്ട്. കണ്ണൂരിൽ CPM എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ CPM-ന്റെ ഒരു പ്രതീകമാണ്. ഇപ്പൊ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ പാർട്ടി ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ്. ഇപ്പൊ അതൊക്കെ പോയി ചേട്ടാ, അതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന കോട്ട കൊത്തളങ്ങൾ എന്ന് രാഹുൽ രവീന്ദ്രൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന CPM-ന്റെ മറ്റേ ചെഞ്ചുകപ്പുള്ള മണ്ണെല്ലാം കൈവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മുതലാക്കുകയാണ് ഈ പാർട്ടിയോടുള്ള സാധാരണക്കാരന്റെ കൂറിനെ ഇവർ മുതലാക്കുകയാണ്. അതാണ് ഇവിടെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറഞ്ഞത് വെറുതെ അല്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ പാർട്ടിയുടെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായ വ്യക്തിയോടാണ് പോയി ഈ കുഞ്ഞികൃഷ്ണൻ ആദ്യം പറയുന്നത്, സഖാവ് ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അതന്ന് കേൾക്കാതെ പിന്നെ അദ്ദേഹത്തിന് വെളിയിൽ വിളിച്ച് പറയണ്ടേ? തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ കുലംകുത്തിയായി അല്ലെ? കുലംകുത്തി എന്നല്ലേ ഇവരുടെ ഇത് ഭാഷാന്യ കൊണ്ടില്ലാത്ത പുതിയ പുതിയ പേരുകൾ ഇവർ കണ്ടെത്തും. അപ്പൊ കുഞ്ഞികൃഷ്ണനെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനൊക്കെ റീത്ത് വെക്കുന്നത് അവരുടെ പാർട്ടിക്ക്, അവരുടെ പാർട്ടിയുടെ ശവക്കുഴിയിൽ അവർ തോണ്ടി അതിൽ അവർ റീത്ത് വെച്ചു. ഇങ്ങനെ ഈ പറയുന്ന റീത്തൊന്നും കാണിച്ചില്ലാതെ ആക്കാമെന്നുള്ള പേടിപ്പിക്കലൊന്നും ഇനി ഏൽക്കില്ല എന്നുള്ളതാണ്. അവരുടെ വില അവർ സ്വയം കളയണം. സംസാരിച്ച പോലെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഇവർ നിലയില്ലാ കയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണം? ചെയ്യുന്നത് മൊത്തം തെറ്റാ, മൊത്തം ഫോൾസാ. അപ്പൊ ആ ഫോൾസ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും കൂടെ ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ എം.എൻ. വിജയന്റെ ഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബുക്ക് പ്രകാശനം ചടങ്ങ് കണ്ടല്ലോ, ജോസഫ് സി മാത്യു സാറാണ് ആ ബുക്ക് പ്രകാശനം ചെയ്തത്. ജോസഫ് സി മാത്യു എന്ന് പറഞ്ഞാൽ VS-നൊപ്പം നിന്ന ഒരാളാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് ഞാൻ വീണ്ടും VS-ലേക്ക് പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. കാര്യം VS-നെ ഇവർക്ക് എന്താ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ അദ്ദേഹം ഇവരെ പോലെ കാട്ടുകള്ളനല്ല. ഈ പറയുന്നവരെ പോലെ കാട്ടുകളല്ല. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പൊ ആ ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തിത്വത്തോട് രാഷ്ട്രീയത്തിന് അതീതമായ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അതിലൊരാളാണ് ഈ ജോസഫ് സി മാത്യു. അതുകൊണ്ടാണ് ജോസഫ് സി മാത്യുവിനെ തന്നെ ഈ പറയുന്ന രീതിയിൽ പ്രകാശനത്തിന് വിളിച്ചത്. എന്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഏഷ്യാനെറ്റിൽ സംസാരിക്കാൻ വന്നിരുന്നത് വിനുവിന്റെ അടുത്താണ്. നമ്മുടെ വിനു എന്ന റിപ്പോർട്ടർ ഉണ്ട്, വിനു വിജോൺ. ഈ വിനു വിജോണും കൃത്യമായിട്ട് ഒരു നല്ല റിപ്പോർട്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഈ വിനു വിജോണ് ജോസഫ് സി മാത്യുവിന്റെ സജഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്റെ ഒരു ധാരണ. ഏറ്റവും നല്ല സജഷനാണത്, ഏറ്റവും നല്ല സജഷനാണ്. അദ്ദേഹം ജോസഫ് സി മാത്യു സാർ കൊടുത്തത് അനിൽകുമാർ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക്. അനിൽകുമാറിന്റെ വീട്ടിന് മുന്നിലാണ്. അനിൽകുമാർ എം.എൻ. വിജയൻ മാഷിന്റെ മകനാണ്. എം.എൻ. വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ എത്ര കണ്ട് പീഡിപ്പിച്ചു എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാർക്കറിയാം. എം.എൻ. വിജയൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് ഇവർ വിചാരിക്കുന്നത്? അന്ന് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? മരണപ്പെട്ട ശേഷം ഇവർ പിന്നെ അദ്ദേഹത്തിനെ തങ്ങളുടെ പാർട്ടിക്കാരനാക്കാൻ നോക്കി. അപ്പൊ ഇവർക്ക് ഈ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മുടെ എം വി രാഘവനെ ഇവർ കൊല്ലാക്കൊല ചെയ്ത് അറിയാമല്ലോ. എം വി രാഘവനെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്ത്, എന്നിട്ട് അവസാനം എം വി രാഘവന്റെ അടുത്ത് ഇവർ പോയില്ലേ? എം വി രാഘവൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനെ ഇപ്പൊ ഇവർ പാട്ടിലാക്കി നിർത്തിയിരിക്കുകയല്ലേ? അപ്പൊ നമുക്ക് ചുരുക്കുമ്പോൾ ഇവർ തന്നെ ഇവരുടെ ശവക്കുഴിക്ക് റീത്ത് വെച്ചതാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അന്ത്യകൂദാശ അവർ തന്നെ നടത്തി. അല്ലാതെ ഇതിൽ എം.എൻ. വിജയൻ മാഷിന്റെ മകന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം പറഞ്ഞു കുറച്ച് പൂക്കൾ ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞോളൂ. അദ്ദേഹത്തിന് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഇതിനേക്കാളും മനോഹരമായി സംസാരിക്കുന്ന ആളാണ്. സത്യം ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത്രയും വലിയൊരു മനുഷ്യന്റെ മകനോട് ഈ പാർട്ടി കാണിച്ച ഈ ചെയ്ത്തെന്ന് പറയുന്നത് അവർക്ക് ഇനി ഇവരെന്താണ് എന്നുള്ളത് അവർ തന്നെ വെളിവാക്കിയിട്ടുണ്ട്. ഇനി കേരള ജനതയ്ക്ക് അറിയാം, അവർ തീരുമാനിക്കും.